നീണ്ട 17 വർഷക്കാലം മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്നൊരു കുടുംബം. ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ കയറിയിറങ്ങാത്ത ആതുരാലയങ്ങൾ, ഹോസ്പിറ്റലുകളില്ല. അവർ ചെയ്തിട്ടില്ലാത്ത ചികിത്സകളില്ല. എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്ത് മനം മടുത്തവരാണ്. അവർ നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ടാണ് നമ്മുടെ അടുക്കലേക്ക് എത്തുന്നത്. 17 വർഷത്തിന് ശേഷം അവർക്ക് മക്കളായിരിക്കുകയാണ്. മക്കളാകാനുണ്ടായ കാരണങ്ങളൊക്കെ നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട്. അവരാ വന്ന സമയത്തുള്ള ആ സങ്കടവും ആ ബുദ്ധിമുട്ടൊക്കെ അവരുടെ മുഖത്ത് നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, മെയിൽ ഫീമെയിൽ സൈഡിൽ ആർക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളെന്നൊക്കെ അവർക്കുള്ള റിസൾട്ടിൽ അത് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും സയൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു വിഷയത്തിന് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായ വിഷയങ്ങൾക്ക് നമുക്കറിയാവുന്ന രൂപത്തിൽ ഭൗതികപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും പീരീഡ്സിൻ്റെ സൈക്കിള് എങ്ങനെയാണെന്ന് ഒരു പ്രീവിയസ് 6 മന്തിലേത് എടുത്തു നോക്കിയിട്ട് ഓവുലേഷൻ ഏകദേശം ഈ ടൈമിലാണ് വരിക എന്ന് പറഞ്ഞു കൊടുക്കുകയും അത് കൃത്യമായിട്ടൊരു 6 മന്ത് ആഫ്റ്റർ അത് ഫോളോ ചെയ്യുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ കൃത്യമായി അത് കോണ്ടാക്ട് ചെയ്യുകയും അവരോട് നമ്മൾ സ്പിരിച്വാലിറ്റിയും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആത്മീയമായിട്ടുള്ള ചില പരിഹാരങ്ങളും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ് അതിനവർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചത് 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച, 10,000 അത് ചെയ്ത ആയിരങ്ങൾക്ക് ഫലം ലഭിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു. അങ്ങനെ എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള ആ അമലുകൾ അവർ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. ഇത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കഴിവുകൊണ്ടല്ല, അവരത് കൃത്യമായിട്ടത് ഫോളോ ചെയ്യുകയും അവർക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്ത് അവർ ശ്രദ്ധിക്കാതെ പോയിരുന്നൊരു ഏരിയ അവിടെ ഉണ്ടായിരുന്നു സയൻസുമായി ബന്ധപ്പെട്ടിട്ട്. അതവർ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചൊരു അനുഗ്രഹമാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ഏത് ആവശ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന 12,000 ബിസ്മയുടെ അമല് ചെയ്യാത്ത ഒരാൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ചെയ്തവരൊന്ന് എഴുതി അറിയിക്കണം, അതിൻ്റെ റിസൾട്ട് കിട്ടിയവർ എഴുതി അറിയിക്കണം. ഒന്നിലധികം തവണ ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പ് തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത്തരണത്തിൽ ദുആ ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത്. പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ എപ്പോഴാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക, എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആർക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം വീഡിയോസിലൊക്കെ പറയുന്ന ദിക്റുകളും ദുആകളൊക്കെ ഷോർട്ടായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടാറുണ്ട്. അത് നല്ല HD ക്വാളിറ്റിയിലാണ് ഉണ്ടാവുക. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്താൽ നിങ്ങളുടെ ഫോണിൽ ഗാലറിയിലേക്ക് അത് വന്ന് വളരെ ക്ലാരിഫിക്കേഷൻ കൃത്യതയോടുകൂടി നിങ്ങൾക്കത് കാണാനും അതൊക്കെ ചൊല്ലാനും ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയായ ആയത്തുകളൊക്കെ അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്.
ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. ഇത് കേൾക്കുന്നവരോട് 12,000 ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ റിസൾട്ട് ലഭിച്ച എത്ര ആളുകളുണ്ടെന്നറിയോ? ഓരോ ദിവസവും 100 കണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. 12,000 ബിസ്മിയുടെ അമൽ ചെയ്ത് കടം വീട്ടാനുള്ളൊരു വഴി തുറന്നു കിട്ടിയത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തയിടത്ത് നിന്നാണ്. ഒരു കുടുംബത്തിന് അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അവരോട് മുതലാളി പറയുന്നു, നിൻ്റെ ബാങ്കിൽ എത്രയാ ലോണുള്ളത്, അത് ഞാൻ വീട്ടിൽ തരാമെന്ന് പറഞ്ഞാൽ നിമിഷം തന്നെ അത് വീട്ടിൽ കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അത് 12,000 ബിസ്മി അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ചൊല്ലിയപ്പോൾ കിട്ടിയതാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഉസ്താദ് ഇത് പറയണമെന്ന് അവർ നമ്മോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ, ജോലി ലഭിക്കാതെ പ്രയാസപ്പെട്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് UAE-യിലും അവിടെയൊക്കെ പോയിട്ട് മാസങ്ങളോളം വിസയുടെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞു. അങ്ങനെ വീണ്ടും അത് പുതുക്കി ഇങ്ങനെ കാത്തിരുന്ന് 100 കണക്കിന് കമ്പനീസുകളിലേക്ക് CV-കൾ അയച്ച് അതൊന്നും ഫലവത്താവാതിരിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് 12,000 ബിസ്മി ചൊല്ലിയപ്പോൾ കിട്ടിയ അത്ഭുതങ്ങൾ എത്രയുണ്ടെന്നറിയോ എന്നെ പറയാൻ. നമ്മൾ ആദ്യമൊക്കെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊന്നും. ഇപ്പോൾ അത് ചെയ്യാറ് പോലും ഇല്ല. കാരണം അത്രയും ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് ഞാൻ 12,000 ബിസ്മി ചൊല്ലിയപ്പോഴാണ് എനിക്കത് ഇങ്ങനെ ഉണ്ടായതെന്ന്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്യണം. അത്രയും ദൂരത്തു നിന്ന് വന്നവരുണ്ടായിരുന്നു. അവർ ഇവിടെ തലേ ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നിന്നിട്ടൊക്കെയാണ് അവർ കാണാൻ വേണ്ടി വന്നിരുന്നത്. അങ്ങനെ അവർ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് പിന്നെയും അവർക്ക് പോകണം. അങ്ങനെ എന്തൊക്കെയോ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ വിചാരിച്ചെന്നാൽ പോകുന്ന വഴിക്ക് 12,000 ബിസ്മി ഒന്ന് ചൊല്ലി നോക്കാമെന്ന്. അങ്ങനെ അവർ 12,000 ബിസ്മി ചൊല്ലുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവരെന്ത് വിഷയത്തിനാണോ വന്നിരുന്നത് ആ വിഷയം അവർക്ക് ആ യാത്രയിൽ തന്നെ അവിടെ നിന്നൊരു കോൾ അതുമായി ബന്ധപ്പെട്ട് വന്നു. ഒരിക്കലും അങ്ങോട്ട് കോൾ ചെയ്തെടുക്കാത്തവരായിരുന്നു അവർ. ഇങ്ങോട്ട് കോൾ ചെയ്തു, അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് അവർ നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഭവങ്ങൾ 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇത് ചൊല്ലിയവരായിരിക്കാം, ചൊല്ലിയവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം. ചൊല്ലാത്തവർ ഒരു തവണയെങ്കിലും അതൊന്ന് ചെയ്തു നോക്കണം. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. 12,000 ബിസ്മിയും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ബിസ്മിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മളത് എത്രയോ തവണ പറഞ്ഞതാണ്, നിങ്ങളൊക്കെ കേട്ട് മടുത്തതാണ്. എങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വീണ്ടും വീണ്ടും മുഅ്മിനീങ്ങൾക്ക് ആവർത്തിച്ച് കേൾക്കുമ്പോൾ വീണ്ടും അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലമിനെ പടച്ചത് 100 സന്ധികളോടുകൂടെയാണ്. ഓരോ 2 സന്ധികൾക്കിടയിലും 500 കൊല്ലം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് ഗാംഭീര്യത്തോടുകൂടെ ഒന്ന് നോക്കിയപ്പോൾ അത് പിളർന്നു എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു കലമിനോട് പറഞ്ഞു, ലൗഹിൽ നീ എഴുതുക. ലൗഹുൽ മഹ്ഫൂദ് ഉണ്ടല്ലോ, ലൗഹിന്മേൽ നീ എഴുതുക. പുനരുദ്ധാരണ നാൾ വരെ ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും കലമേ നീ ലൗഹിൽ എഴുതുക എന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല കലമിനോട് പറയുന്നുണ്ട്, ഈ കലം 100 സന്ധികളോടുകൂടെയാണ് പടച്ചത്. ആ 100 സന്ധികൾക്കിടയിലും ഓരോ 2 സന്ധികൾക്കിടെ 500 കൊല്ലം യാത്ര ചെയ്യാനുള്ള വഴിദൂരമുണ്ടെങ്കിൽ എത്ര വലിപ്പമുള്ളതാണ് കലം. ആ കലമിനോടാണ് അള്ളാഹു എഴുതാൻ പറയുന്നത്. എന്താ എഴുതാൻ പറയുന്നത്? ഇനി പുനരുദ്ധാരണ നാൾ വരെ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതാൻ വേണ്ടി പറയുകയാണ് കലമിനോട്. അപ്പോൾ കലം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കലമിനോട് പറയുന്നുണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ബിസ്മിയുടെ മഹത്വം പറയുമ്പോഴൊക്കെ ഇത് പറയാറുണ്ട്, നിങ്ങളിത് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കലം 700 കൊല്ലം കൊണ്ടാണ് ബിസ്മി എഴുതി തീർത്തത്. ഈ ഒരൊറ്റ സെൻറ്റൻസ് നിങ്ങളൊന്ന് താഴെ എഴുതി അറിയിക്കണേ, ആളുകളൊക്കെ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. 700 കൊല്ലം കൊണ്ടാണ് കലം ബിസ്മി എഴുതി തീർത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എൻ്റെ പ്രതാപവും എൻ്റെ മഹത്വവും തന്നെയാണ് സത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ സമുദായത്തിൽപ്പെട്ടവർക്ക് ഈ ബിസ്മി ചൊല്ലിയാൽ അവർക്കും ഞാൻ 700 കൊല്ലം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം നൽകും. ഞാൻ ബിസ്മിയെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് ആത്മാർത്ഥമായി ചെയ്യാൻ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കൽ ഉപകാരപ്പെടുമെന്ന അർത്ഥത്തിലാണിത് പറയുന്നത്. 700 കൊല്ലം കൊണ്ടാണ് ബിസ്മി എഴുതി തീർത്തത്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം ഒരു തവണ നാമൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് 700 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാണാം. ബാ എന്ന് എഴുതിയപ്പോൾ ബിസ്മിയുടെ ബാ ഉണ്ടല്ലോ, ബിസ്മി എന്ന് പറയുമ്പോൾ ബാ അല്ലേ, ആ ബിസ്മിയിലെ ബാ ഇങ്ങ് എഴുതിയപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം അങ്ങ് ഒഴുകാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് അദൃശ്യലോകത്തെ അർശ് മുതൽ ഭൂമിയോളം ആ പ്രകാശം ഇങ്ങനെ പരന്നു. അർശ് മുതൽ ഭൂമി വരെ അതങ്ങനെ വിശാലമായി കിടക്കണം ആ പ്രകാശം. അപ്പോൾ കലം ചോദിച്ചു ഇതെന്തു ബായാണ് എന്ന്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇത് അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനനം ഉണ്ടായിട്ടില്ല. അന്ത്യപ്രവാചകർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായത്തിലുള്ളവരെ മോചിപ്പിക്കുന്ന ബാ ആണ്. ഇനി സീൻ എന്ന അക്ഷരം എഴുതൂ. കണ്ടില്ലേ, കലം ബിസ്മിയിലെ ബാ എഴുതി, ഇനി സീൻ എഴുതാൻ പറയണം. സീൻ എഴുതിയപ്പോൾ അതിൻ്റെ കുനിപ്പുകളിൽ നിന്ന് 3 പ്രകാശങ്ങൾ പുറപ്പെട്ടു. 3 കുനിപ്പ് കാണാം സീൻ എഴുതുമ്പോൾ. 3 പ്രകാശങ്ങൾ പുറപ്പെട്ടു. അതിൽ ഒരു പ്രകാശം അർശിലേക്കും മറ്റൊരു പ്രകാശം കുർസിലേക്കും മറ്റൊന്ന് സ്വർഗത്തിലേക്കും പറന്നുയർന്നു. കലം വീണ്ടും അത്ഭുത പരതന്ത്രനായി ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ കാണുന്നത് എന്നുള്ളത്, എന്താണ് ഈ പ്രകാശങ്ങൾ? അപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളുടെ പ്രകാശമാണ്. അർശിലേക്ക് ഉയർന്ന പ്രകാശം അത് സാബിഖുകളുടെയും, കുർസിലേക്ക് ഉയർന്നത് അത് മധ്യപദവിക്കാരുടേതും, സ്വർഗത്തിലേക്ക് ഉയർന്ന തേജസ് അവരിൽ നിന്നുള്ള പാപികളുടേതുമാണ്. ഇനി മീം എഴുതുക എന്ന് പറയുന്നുണ്ട്. മീം എഴുതിയപ്പോൾ അതിൽ നിന്ന് ശക്തമായൊരു പ്രകാശമാണ് ഒഴുകിയത്, ഒരു തേജസ്. ഏതുപോലെ ശക്തമായത്? ബായിൽ നിന്നും സീനിൽ നിന്നും പ്രകാശം പുറപ്പെട്ടല്ലോ, അതിനേക്കാളും ശക്തമായ രൂപത്തിലുള്ളൊരു പ്രകാശം, കനത്ത പ്രകാശം അത് പുറപ്പെട്ടു. അത് അർശ് മുതൽ ഭൂമി വരെ ആകെ തേജാമയമായിത്തീരുന്ന രൂപത്തിലായിരുന്നു. ഇത് കണ്ട കലം 1000 കൊല്ലം അത്ഭുതത്താൽ മിഴിച്ചു നിന്നു. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കണം. ബാ എഴുതിയപ്പോഴും സീൻ എഴുതിയപ്പോഴും ഇല്ലാത്ത ഒരു പ്രകാശമാണ് മീം എഴുതിയപ്പോഴുണ്ടായത്. ആ മീം എഴുതിയപ്പോഴുണ്ട പ്രകാശം കണ്ട് അത്ഭുത പരതന്ത്രനായി മിഴിച്ചു നിൽക്കേണ്ടി വന്നത് എത്ര വർഷമാ കലമിന്? 1000 വർഷം അത്ഭുതത്തോടുകൂടെ അങ്ങനെ മിഴിച്ചു നിൽക്കേണ്ടി വന്നു. അതിനുശേഷമാണ് കലം ചോദിക്കുന്നത് ഇതെന്താണെന്ന് ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. എനിക്ക് പ്രിയങ്കരനാണ് ഹബീബായ തങ്ങൾ. ഞാൻ മുർസലീങ്ങളുടെയും അമ്പിയാക്കളുടെയൊക്കെ നേതാവാക്കിയവരാണ്. ലോകങ്ങളെല്ലാം ഞാൻ പടച്ചത് തന്നെ അവർക്ക് വേണ്ടിയാണ്. ഇത് കേട്ടപ്പോൾ കലം ബിസ്മി ചൊല്ലാൻ കൊതിച്ചുപോയി എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സലാം ചൊല്ലാൻ കൊതിച്ചുപോയി എന്നുള്ളതാണ്. അങ്ങനെ കലം സലാം ചൊല്ലാൻ വേണ്ടി കൊതിക്കുകയൊക്കെ ചെയ്തപ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ നൂറല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് പ്രകാശമാണല്ലോ കാണുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഓ കലം, നീ എൻ്റെ ഹബീബിന് സലാം ചൊല്ലി. അപ്പോൾ ഞാനാണ് സലാം മടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ സലാം മടക്കുന്നുണ്ട്.
ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. ബിസ്മിയുടെ ഒരു കലം ലൗഹിലേക്ക് എഴുതാൻ വേണ്ടി തയ്യാറായപ്പോഴുണ്ടായ അത്ഭുതങ്ങളായിരുന്നു അത്. ആ മീമിലേക്ക് വന്ന പ്രകാശം കാരണം എത്ര വർഷമാണ് കലം അത്ഭുത പരതന്ത്രയായിരുന്നത് എന്നാലോചിച്ച് നോക്കൂ. ആ ബിസ്മിയാണ് ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമായി തീർന്നിട്ടുണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യം ബിസ്മി ഇറക്കിക്കൊടുത്തു. ആ ബിസ്മി അത് കാരണമായിട്ടാണ് അവിടുത്തെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചത്. പിന്നീട് ആ ബിസ്മിയെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. നമ്മൾ ഈ ബിസ്മി കൊണ്ടുള്ള അമൽ ചെയ്യുമ്പോൾ നമുക്ക് ഫലം ലഭിക്കാൻ ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെ വരുമ്പോൾ, ഇതൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥതയുണ്ടാകും എന്ന് കിട്ടും എന്ന അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. ആദം നബിയുടെ തൗബ സ്വീകരിച്ചതിന് ശേഷം ബിസ്മി ആകാശത്തേക്ക് ഉയർത്തി. പിന്നീട് അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് അവതീർണമാകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അത് നിർത്തുന്നതും അത് ജൂതി പർവ്വതത്തിൽ നങ്കൂരമിടുന്നതും അത് അവസാനിപ്പിക്കുന്നതൊക്കെ ഈ ബിസ്മി കൊണ്ടായിരുന്നു. അങ്ങനെ ആ ബിസ്മിയെ വീണ്ടും ആകാശത്തേക്ക് ഉയർത്തി. പിന്നീട് ബിസ്മി അവതരിച്ചത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. നമ്രൂദ് എന്ന ധിക്കാരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റുവില്ലിൽ വെച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമ്പോൾ ആ ബിസ്മി മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉരുവിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ തീ കുണ്ടാരത്തിലേക്ക് എത്തിയപ്പോൾ ചന്ദനച്ചാറ് പോലെ കുളിരായി തണുപ്പായി മാറി. അല്ലേ, ആ തീയെ കെട്ടണഞ്ഞില്ലേ? എന്താ കാരണം? ബിസ്മി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ആ ബിസ്മി ആകാശത്തേക്ക് ഉയർത്തി. പിന്നീട് അത് അവതരിക്കുന്നത് മഹാനരായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. ഫിറഔനും സംഘവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്രമിച്ചു ദുൽമ ചെയ്തപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ചെങ്കടൽ കടന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും രക്ഷപ്പെടുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി പിറകെ ചെന്ന ഫിറഔൻ, അവരുടെ സംഘം, അവരെയെല്ലാം ആ തിരമാല, ആ ചെങ്കടലിൽപ്പെട്ട് അവർ മുങ്ങി നശിക്കുകയുണ്ടായി. അതും പിന്നിൽ ബിസ്മി ഉണ്ടായിരുന്നു. ബിസ്മി വീണ്ടും ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് അവതരിക്കുന്നത് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളുടെയും കാറ്റിനെയൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വ തആല. മഹാനവർകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ചൊല്ലിയാൽ അവർക്ക് മുമ്പിൽ കീഴ്പ്പെടാത്തതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിസ്മി ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച ഗുണമായിരുന്നു അത്. പിന്നെയും അത് ഉയർന്നു. വീണ്ടും അത് അവതരിച്ചത് റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജന്മനാ കുരുടരായിരുന്ന, കുഷ്ഠരോഗികളായിരുന്ന, മറ്റു മാറാവ്യാധികളിലൊക്കെ അകപ്പെട്ടിരുന്ന മാരകമായ രോഗങ്ങളുള്ളവർക്കൊക്കെ സുഖപ്പെടുത്തി കൊടുത്തിരുന്നത് ബിസ്മി ചൊല്ലിയിട്ടാണ്. ബിസ്മി ചൊല്ലിയാൽ അവിടുന്ന് മയ്യത്തുകൾ എഴുന്നേറ്റി നിന്നിരുന്നു. പിന്നെയും ആ ബിസ്മിയെ ഉയർത്തപ്പെടുകയാണ്. അതൊടുവിൽ അവതരിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ബിസ്മി കൊണ്ടാണ് എല്ലാം അവിടുന്ന് നേടിയെടുത്തത് എന്ന് മാത്രമല്ല, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഏതു കാര്യത്തിലും ഭക്ഷണം കഴിക്കുമ്പോൾ, എഴുതുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, നിങ്ങളുടെ ഏത് വിഷയത്തിലും ബിസ്മി നിങ്ങൾ ചൊല്ലണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് ബറക്കത്തുണ്ടാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചൊല്ലിയിട്ടാണ് എല്ലാം തുടങ്ങേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നോക്കൂ, നമ്മൾ ഏത് വിഷയങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. എന്ത് വിഷയത്തിലും ബിസ്മിയാണ്. ഒരാൾ ഒരു കിതാബ് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അറബി ഗ്രന്ഥത്തിൽ വലത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഒരറബി ഗ്രന്ഥവും ബിസ്മി കൊണ്ടും ഹംദ് കൊണ്ടും തുടങ്ങപ്പെടാത്തതായിട്ട് ഈ ഭൂമി മണ്ണിൽ കാണാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭവും അങ്ങനെ തന്നെയല്ലേ? എല്ലാം അങ്ങനെ തന്നെയാണ്. ബിസ്മി കൊണ്ട് തുടങ്ങാനും ബിസ്മി കൊണ്ട് ചൊല്ലാനും ബിസ്മി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്തു.
നമ്മുടെ ഏതേത് ആവശ്യങ്ങളും നിറവേറാൻ ആ ബിസ്മി കാരണമാകുമെന്നും പറഞ്ഞു. ബിസ്മി കൊണ്ട് ഒരുപാട് അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് 12,000 ബിസ്മിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുമ്പ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 21 തവണ ബിസ്മി ചൊല്ലിയാൽ പൈശാചിക വിഷമങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല, പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുകയില്ല, എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ആ രാത്രിയിൽ അവന് സുരക്ഷിതത്വം ലഭിക്കും. ഒരക്രമിയുടെ മുഖത്ത് നോക്കിയിട്ട് 50 തവണ അതൊരുവിട്ടാൽ അയാളുടെ വാസന, ആക്രമണവുമായി ബന്ധപ്പെട്ട ചിന്തകൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അത് ഇല്ലാതെയായി പോകും. ഏതു തരത്തിലുള്ള വേദനക്കും വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് ബിസ്മി ചൊല്ലുകയോ അല്ലെങ്കിൽ ബിസ്മി 100 തവണ അത് 3 നാൾ ഉരുവിടുകയോ ചെയ്താൽ ആ രോഗം വളരെ പെട്ടെന്ന് സുഖപ്പെടുമെന്നൊക്കെ സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മി 786 തവണ ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നയാൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ അത് കുടിച്ച വ്യക്തി അപരനെ കഠിനമായി സ്നേഹിക്കുകയും വേർപെടുത്താനാവാത്ത മഹബത്ത് അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. ആ വെള്ളം ഒരു ബുദ്ധിക്കുറവുള്ള, ഒരു മാനസിക നില തെറ്റിയ ആൾക്ക് സൂര്യോദയ സമയത്ത് 7 നാൾ കുടിപ്പിച്ചാൽ അവർ മഹാബുദ്ധിമാന്മാരായിത്തീരും. പിന്നെ കേട്ടതൊന്നും അവർ മറക്കുകയില്ല, കണ്ടതൊന്നും കണ്ണിൽ നിന്നും മാഞ്ഞു പോകുകയില്ല. ഇതൊക്കെ സ്വാലിഹീങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ച ചില അമലുകളാണ് ബിസ്മിയുമായി ബന്ധപ്പെട്ട്. ഇനിയും ഒരുപാടുണ്ട്. നമ്മൾ 12,000 ബിസ്മിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. എത്രയോ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതാണ്. നിരവധി ആളുകൾ അതിൻ്റെ അനുഭവാക്താക്കളാണല്ലേ, അനുഭവേദ്യമായവരാണ്. നിങ്ങൾ നോക്കൂ, ഞാനീ പറയുന്ന 12,000 ബിസ്മിയുടെ അമൽ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഒരു എണ്ണം പോക്കറ്റിൽ നിന്നെടുത്ത് പറയുന്നതല്ല. ഇത് ചില മുജറബാത്തിൻ്റെ കിതാബുകളിൽ സൂഫിയാക്കൾ, സ്വാലിഹീങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ അവർക്കതിൻ്റെ റിസൾട്ട് ലഭിച്ച ഒരു അമലാണ് യഥാർത്ഥത്തിൽ ഇത്. ഞാൻ ആ കിതാബിൽ നിന്ന് തന്നെ വായിക്കാം. ആ കിതാബ് ഇവിടെയുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണിക്കാറുണ്ട്. ഈ കിതാബിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. റുവിയ അൻ ബഅദി സ്വാലിഹീൻ, ചില സ്വാലിഹീങ്ങളായ ആളുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് അതിലുള്ളത്? മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ചൊല്ലിയാൽ 12,000 മറ, 12,000 തവണ ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ആഖിറ കുല്ലി അൽഫിൻ, ഓരോ 1000ങ്ങൾക്ക് ശേഷവും യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. വയസ്അലുല്ലാഹ ഹാജത്തഹു, സ്വലാത്ത് ചൊല്ലിയ ഉടനെ അവൻ്റെ ആവശ്യത്തിന് അവൻ അള്ളാഹുവിനോട് ചോദിക്കണം. സുമ്മ യഊദു ഇലൽ ഖിറാഅ, പിന്നീട് അവൻ ആ 1000 തവണയല്ലേ ചൊല്ലിയിട്ടുള്ളൂ, ഖിറാഅത്തിലേക്ക് മടങ്ങി വരണം. അങ്ങനെ 1000 എത്തുമ്പോഴെല്ലാം അവൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. 1000 എത്തുമ്പോൾ വീണ്ടും സ്വലാത്ത് ചൊല്ലണം ഹബീബായ തങ്ങളുടെ മേലിൽ. പിന്നീട് അവൻ്റെ ആവശ്യത്തിന് ഉടനെ ചോദിക്കണം. വീണ്ടും രണ്ടാമത്തെ 1000ത്തിലേക്ക് പ്രവേശിക്കണം. എന്നിട്ട് 1000 പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലി ഉടനെ അവൻ്റെ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കണം. മൂന്നാമത് 1000ത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലി ഉടനെ ആവശ്യം ചോദിക്കണം. ഇങ്ങനെ ഏതുവരെ ചെയ്യണം? ഇലൻഖിളാഇൽ അദദിൽ മസ്കൂർ, ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അവൻ്റെ ഏതാഗ്രഹവും അത് കാരണമായിട്ട് നടക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ബിസ്മിയുടെ മഹത്വം കൊണ്ട് നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇതൊരൊറ്റ ഇരുത്തത്തിൽ ചൊല്ലണം. ഇത് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുമോ? ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ചൊല്ലി തീർക്കണോ? എന്നാണ് ചൊല്ലാൻ ഏറ്റവും നല്ലത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. നമുക്കെപ്പോഴും ഇത് ചൊല്ലാം കേട്ടോ. ഇതൊരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ദിക്റാണ് എന്ന നിയ്യത്തിൽ നമുക്കിത് അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാവുന്നതാണ്. നമ്മൾ ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ ഉണ്ടായിട്ടും നമുക്ക് നമ്മുടെ ഇമാമുമാരൊക്കെ പൂർവികരൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്നത് അശുദ്ധിയുള്ള സമയങ്ങളിൽ ഹദ്ദാദ് റാത്തീബ് ചൊല്ലാമെന്നല്ലേ? എന്തുകൊണ്ടാണ്? അതൊരു ദിക്റായിട്ട്, ഒരു റാത്തീബായിട്ട് പതിവായി ചൊല്ലുന്നൊരു ദിക്റായിട്ട് ചൊല്ലുന്നതായതുകൊണ്ടാണ്. ഖുർആൻ എന്ന കരുത്തോടു കൂടെയല്ല, അതുകൊണ്ടാണ് അതങ്ങനെ. അപ്പോൾ
12,000 ബിസ്മി നമുക്ക് ആ സമയത്ത് ചൊല്ലാവുന്നതാണ്. ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ചൊല്ലാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണത്. അതുകൊണ്ട് ആ സമയത്താണ് ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്നുള്ളത്. ഏത് ദിവസവും നമുക്ക് ചൊല്ലാം. തിങ്കളാഴ്ച രാവ് തിരഞ്ഞെടുക്കാം. നല്ലൊരു അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് ഒരു തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ആത്മാർത്ഥമായിട്ട് ഖിബിലയിലേക്കൊരു മുസല്ല വലിച്ചിട്ട് നിൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ വിഷമങ്ങൾ ഇറക്കി വെച്ച് ആത്മാർത്ഥമായിട്ട് 12,000 ബിസ്മി ചൊല്ലി തുടങ്ങിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ഖൈറിൻ്റെ വാതായനങ്ങളും തുറന്നരാൻ കാരണമാകും. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? മക്കളെ ലഹരിക്കടിമപ്പെട്ടതിൻ്റെ പേരിൽ MDMA-LSD ഉൾപ്പെടെയുള്ള കേസുകളിൽ മക്കളെ പിടിച്ച് ജാമ്യം കിട്ടാത്ത രൂപത്തിൽ ജയിലുകളിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ മക്കളെ കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നവർ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വർഷങ്ങളായി മക്കളില്ലാത്തവർ, ഇവിടെ ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഇത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധികളാണ്. ഉള്ള മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട്, വർഷങ്ങളായി വീടില്ലാത്ത ആളുകൾ. നല്ലൊരു വീട് ലഭിക്കാൻ, കുടുംബജീവിതത്തിൽ നല്ല ഖൈറ് ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ, നമ്മുടെ ലക്ഷ്യങ്ങൾ ബാധ്യതയുള്ള കടം വീട്ടാൻ അള്ളാഹു നല്ലൊരു വഴി നമുക്ക് മുമ്പിൽ തുറന്നു തരാൻ, നമ്മുടെ മുമ്പിൽ എന്താണോ ആവശ്യങ്ങളുള്ളത് ആ ആവശ്യങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമൽ തന്നെയാണ് 12,000 ബിസ്മിയുടെ അമൽ എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കോ. നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ചൊല്ലാൻ വേണ്ടി ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ഇസ്തിഗ്ഫാർ 100 തവണ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള തഹ്ലീൽ 100 തവണ ചൊല്ലുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ 100 സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തുൽ ഹാജത്തിൻ്റെ നിസ്കാരമൊക്കെ നിസ്കരിച്ച് ആ നിസ്കാരത്തിന് ശേഷം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവം കൂടെയാണിത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. 12,000 തവണ ബിസ്മി ചൊല്ലുക. ഓരോ 1000-ത്തിന് ശേഷം മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി ആവശ്യം പറഞ്ഞ് അടുത്ത 1000 പ്രവേശിക്കുക. 1000 പൂർത്തിയായി കഴിഞ്ഞാൽ ആവശ്യം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി ആവശ്യം പറഞ്ഞ് അതിലേക്ക് 12,000 എന്ന എണ്ണം പൂർത്തീകരിക്കുന്നവരെ ചെയ്യുക. ആ ഒരു അമൽ ചെയ്തതിന് ശേഷം പ്രതീക്ഷയാണ് വേണ്ടത്. ഇതാ ഞാൻ ചെയ്തല്ലോ, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചിന്തയല്ല വേണ്ടത്. എൻ്റെ വിഷയത്തിൽ എനിക്ക് ഏറ്റവും ഹൈറായ ടൈം എപ്പോഴാണെന്ന് എൻ്റെ റബ്ബിനറിയാം. ആ റബ്ബ് അതെനിക്ക് പൂർത്തീകരിച്ച് തരും എന്ന നല്ല ശുഭാപ്തിയോടെ നല്ല നീയത്തോടുകൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഖൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് തുറന്നു തരും എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ പറഞ്ഞിട്ടുണ്ട്. ബിസ്മിക്കൊരു പ്രത്യേക ദുആ തന്നെയുണ്ട്. ബിസ്മിയുടെ ദുആ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ബിസ്മിയുടെ ദുആയൊക്കെ ചെയ്യാൻ സാധിക്കുന്നവരത് ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ ചാനലിൽ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ മജ്ലിസ് നടക്കുന്നുണ്ട്. നൂറെ മദീന എന്ന് പറയുന്ന പേരിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. നിത്യ ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോഴൊക്കെ നെയ്യത്ത് വയ്ക്കാൻ പറഞ്ഞ് നെയ്യത്ത് വെച്ച് ആ നെയ്യത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അതിൽ പങ്കെടുക്കുക. നമ്മുടെ ഈ സമയമൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തരുത്. റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴല്ലേ അള്ളാഹു നമുക്ക് മുമ്പിൽ ഖൈറിൻ്റെ വാതിലുകളൊക്കെ തുറന്നു തരുള്ളൂ. ചുരുങ്ങിയ കാല ആയുസ്സല്ലേ നമുക്കുള്ളൂ. 60-70 വയസ്സിനിടയിൽ റബ്ബ് വിളിക്കുന്ന സമയത്ത് തിരിച്ചു പോകാനുള്ളതാണ്. പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കോളില്ല എന്നുണ്ടെങ്കിൽ, ഇബാദത്തുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ച അമലുകളില്ല എന്നുണ്ടെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും. നമ്മൾ കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകൊള്ളികളാകാതിരിക്കാൻ ഇബാദത്തുകളിൽ നിന്ന് പിന്മാറാതിരിക്കുക. ഇബാദത്തുകളെ സജീവമാക്കുക. 5 വഖത്ത് ഫർള് നിസ്കാരം ഒരു കാരണവശാലും ഖള ആക്കാതിരിക്കുക. അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ, ശിഷ്ടകാലമുള്ള ജീവിതം ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.